ഡേ ഇൻ എ ട്രെയിൻ നോക്കിയാലോ. ഞങ്ങൾക്ക് കാസർഗോട്ടേക്ക് പോകാനുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഗരീബ് രത്താണ് ബുക്ക് ചെയ്തത്. കോട്ടയത്ത് നിന്നുമായിരുന്നു കയറിയത്. വളരെ ലേറ്റായിട്ടാണ് വണ്ടി വന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വിശപ്പ് തുടങ്ങി. നല്ല ബട്ടറിട്ട് ഫ്രൈ ചെയ്ത ജാമിട്ട ബ്രെഡ് ഉണ്ടായിരുന്നു, അത് കഴിക്കാൻ തുടങ്ങി. ഇത് ഞാനും ഹസ്ബൻഡും മോനുമാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നു. ചെയർ കാർ, AC ചെയർ കാറാണ് ബുക്ക് ചെയ്തത്. കയറിയപ്പോൾ തന്നെ മോന് വിശപ്പ് തുടങ്ങി. ഞങ്ങളുടെ പത്രോട ഫ്രൈ ഉണ്ടായിരുന്നു, അതവൻ കഴിക്കാൻ തുടങ്ങി. ഞാൻ ജസ്റ്റ് ടൈം പാസിനായിട്ട് ഡയമണ്ട് ചിപ്സ് ഉണ്ടായിരുന്നു, അത് കുറച്ച് കഴിച്ചു. പിന്നെ ട്രെയിനിൽ നിന്നും അവനെ കണ്ടാൽ സമൂസ മേടിക്കണം. സമൂസ മേടിച്ചു. അത്ര നല്ലതല്ലായിരുന്നു സമൂസ. പിന്നെ എറണാകുളത്ത് നിന്ന് ചേച്ചി കയറി. ചേച്ചിയുടെ മോളാണ് ചേച്ചിനെ ആക്കാനായിട്ട് വന്നത്. അപ്പോൾ ചേച്ചിയുടെ മോളാണ് ഈ കൈ കാണിക്കുന്നത്. ഞാനും സമൂസ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അത്ര കൊള്ളൂല്ലായിരുന്നു സമൂസ, ഓയിലി ആയിരുന്നു. അതുകൊണ്ട് കഴിച്ചില്ല, കളഞ്ഞു. പിന്നെ ഹസ്ബൻഡും ബോറടിച്ചിരിപ്പുണ്ട്, ചേച്ചി ബോറടിച്ചിരിക്കുന്നു, മോനാണെങ്കിലും മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഭയങ്കര മഴയായിരുന്നു, ഫുൾ മഴയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് AC കോച്ചായതുകൊണ്ട് അത്ര പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആ മഴയുടെ വെള്ളമൊക്കെ ഇങ്ങനെ അകത്തേക്ക് അടിക്കുമായിരുന്നു. അങ്ങനെ ആ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. നല്ല മഴയായിരുന്നു, ഡേ ഫുൾ മഴയായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ബിരിയാണി മേടിച്ചു. വെജിറ്റബിൾ ബിരിയാണി മേടിച്ചായിരുന്നു ലഞ്ചിനായിട്ട് ട്രെയിനിൽ നിന്ന്. അത് കൊള്ളത്തില്ലായിരുന്നു. വെജിറ്റബിൾസ് ഒക്കെ പേരിന് മാത്രമേ ഉള്ളൂ, അത്ര ടേസ്റ്റി അല്ലായിരുന്നു. അത് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. മോനത് ടേസ്റ്റ് ചെയ്യാനായിട്ട്, ഹസ്ബൻഡ് കഴിച്ചില്ല. അത് തന്നെ മോനൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് നോക്കി. അവൻ തലയൊക്കെ കാണിക്കുന്നുണ്ട് നല്ലതാണെന്ന്, പക്ഷെ കൊള്ളത്തില്ലായിരുന്നു. ഞങ്ങളത് കളഞ്ഞു. പിന്നെ യൂഷ്വലി ഹസ്ബൻഡ് ഫോണിലായി, മോനും ഫോണിൽ കളിക്കുന്നു. ചേച്ചിയാണെങ്കിൽ ഉറങ്ങുവാണ്. എല്ലാവരും ബോറടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊക്കെ ഇരിക്കുവാണ്. ചേച്ചി ഇടയ്ക്ക് എന്തോ എടുത്ത് ഇത് ഇഞ്ചി മിഠായി കണ്ടില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇഞ്ചി മിഠായി. നല്ല ജിഞ്ചറിൻ്റെ ടേസ്റ്റ് ആയിരുന്നു ഇഞ്ചി മിഠായി. ചേച്ചിക്കും കൊടുത്തു, ഹസ്ബൻഡിനും കൊടുത്തു ഇഞ്ചി മിഠായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രെയിനിൽ കിട്ടുന്ന ഇഞ്ചി മിഠായി അടിപൊളിയാണ്. അത് കഴിഞ്ഞതേ ഒരു ബുക്ക് വെക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അയാളെ നോക്കി. ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവളെ നോക്കി ടൈം പാസ്സായി. ഹസ്ബൻഡ് ദേ ഉറങ്ങാനായിട്ടുള്ള പുറപ്പാടിലൊക്കെയാണ്. ചേച്ചിയും പകുതി ബ്ലിങ്കസ്യ. കട്ട് ഫ്രൂട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഞങ്ങൾ മേടിച്ചില്ല. അതത്ര ഹൈജീനിക്കാന്ന് തോന്നിയില്ല. പിന്നെ വീട്ടിൽ നിന്നും പുതിയതായിട്ട് ഞങ്ങൾ ഇഡ്ഡലി സാമ്പാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലഞ്ചിനായിട്ട്. അതെടുത്ത് മോൻ കഴിച്ചു, കാരണം ബിരിയാണി കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ അവൻ ഇഡ്ഡലിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. വീണ്ടും സമയം പോവാഞ്ഞിട്ട് 3 പേരും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിപ്പുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ പിന്നെ വീഡിയോ പിടുത്തം. എനിക്ക് അങ്ങനെ കുറച്ച് ടൈം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതേ ഓരോ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴയായതുകൊണ്ട് കാഴ്ചകൾ കാണാനായിട്ട് അത്ര സുഖമില്ല. ട്രെയിൻ അടിപൊളിയായിരുന്നു. ട്രെയിനിനുള്ളിൽ നല്ല നീറ്റായിരുന്നു. ഓരോ സ്റ്റേഷനിലും വന്നിട്ട് ആൾക്കാർ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതേ മോന് ഇനി അടുത്തതായിട്ട് ബ്രെഡും ജാമും ബാക്കി ഉണ്ടായിരുന്നു 2-3 പീസ്. അവൻ മൂവിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിക്കാനായിട്ട് അവൻ എടുത്തു. അങ്ങനെ ഇതായിരുന്നു 1 ഡേ ഇൻ എ ട്രെയിൻ. അങ്ങനെ ഞങ്ങൾ കാസർഗോഡേക്ക് എത്തി.